നടിയെ ആക്രമിച്ച കേസിൽ റിപ്പോർട്ടർ ഒളിക്യാമറയിൽ മുഖ്യപ്രതി പൾസർ സുനി നടത്തിയ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം തുടങ്ങി. എറണാകുളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പൾസർ സുനി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ എന്നും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുമാണ് പോലീസ് പരിശോധിക്കുക. SP വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ വിശദമായി അന്വേഷിക്കുകയാണ് എറണാകുളം റൂറൽ പോലീസ്. SP വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി VS നവാസാണ് അന്വേഷിക്കുന്നത്. പൾസർ സുനി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. ഇതിനൊപ്പം മറ്റു കുറ്റകൃത്യങ്ങളിൽ സുനി പങ്കാളിയായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ജാമ്യവ്യവസ്ഥയിൽ കുറ്റകൃത്യത്തിലെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കരുതെന്നാണ് നിർദ്ദേശം. റിപ്പോർട്ടർ ഒളിക്യാമറയിൽ കേസിലെ സുപ്രധാന വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ സുനിയുടെ പുതിയ വെളിപ്പെടുത്തൽ സഹായകരമാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. അന്വേഷണ സംഘത്തലവനായ ബൈജു പോലീസും സംഘവും സുനിയുടെ വെളിപ്പെടുത്തൽ വിശദമായി പരിശോധിക്കുകയാണ്. തുടരന്വേഷണ സാധ്യതയാണ് പരിശോധിക്കുക. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ തീരുമാനമെടുക്കുക. നടിയെ ആക്രമിക്കാൻ ദിലീപ് 1.5 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. പലതവണയായി 70 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. പീഡന ദൃശ്യം ചിത്രീകരിച്ച മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന സൂചനയും പൾസർ സുനി നൽകുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ തീരുമാനം നിർണായകമാകും. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.